കഴിഞ്ഞ ദിവസം പ്രൊമോയിൽ നമ്മൾ കണ്ട ഒരു വലിയ ബഹളം. ആര്യൻ എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചെറിയുന്നു, ആ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നു. അത് ലൈവിൽ ഇപ്പോഴങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. സംഭവം ഇതാണ്: ആര്യൻ ഇട്ടിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ, തൻ്റെ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും, ഇത് കൊണ്ടുപോയി വാഷ്റൂം ഏരിയയിലുള്ള സോഫയിൽ ഇട്ടിട്ട് പോയി. ആ ഏരിയ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ലക്ഷ്മി. ലക്ഷ്മി ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ സാധനം അവിടുന്ന് എടുത്തു മാറ്റണം, അത് ക്ലീൻ ചെയ്യേണ്ടതാണെന്ന്. പക്ഷെ അത് ആര്യൻ കേട്ടിട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല. ലക്ഷ്മി രണ്ടാമത് അടുക്കളയിൽ ചെന്നിട്ട് ജിസൈലിനോട് പറഞ്ഞിട്ടുണ്ട്, ആര്യനോട് ഇത് പറയണം, എടുത്തു മാറ്റണമെന്ന്. പല ആവർത്തി അവരവിടെ ഒന്ന് പറഞ്ഞിട്ടും അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. തുടർന്ന് ലക്ഷ്മി അവിടെ ചെന്നിട്ട് ആ സാധനം എടുത്ത് അവിടെ മൂലക്കെങ്ങാണ്ട് മാറ്റിയിട്ടിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ അത് ഭയങ്കര പ്രശ്നമാക്കിയെടുത്തു. അയാൾ പറയുന്നത്, എൻ്റെ ബ്ലാക്ക് കളറിലെ പാൻറ്, വൈറ്റ് കളറിലെ ഷർട്ട്, ഈ വൈറ്റ് ഷർട്ട് ഒരിക്കലും അങ്ങനെ നിങ്ങൾ തോന്നുന്നിടത്ത് വലിച്ചെറിയാനുള്ള സാധനമല്ല, നിങ്ങൾ കാണിച്ചത് അങ്ങേയറ്റത്തെ വൃത്തികേടായിപ്പോയി. അപ്പോൾ വേദലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 100 തവണ ഞാൻ വന്നിട്ട് പറഞ്ഞു ഈ സാധനം ഇവിടുന്ന് എടുത്ത് മാറ്റൂ എന്ന്. അത് കേട്ട ഭാവം പോലും നിങ്ങൾ നടിച്ചില്ല. അപ്പോൾ നിങ്ങൾ അതൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം എന്താ വരുന്നത് വെച്ചാൽ കാണാം എന്നുള്ള രീതിയിലല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതെടുത്ത് മാറ്റിയിട്ടത്. അവിടെ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. ഇത് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമാകുന്നു. ആര്യൻ ഗ്രൂപ്പിന്റെ ആളായതുകൊണ്ട് ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരും ആര്യന് വേണ്ടി അണിനിരന്നു. ലക്ഷ്മി മാപ്പ് പറഞ്ഞേ പറ്റൂ, മാപ്പ് പറഞ്ഞിട്ടേ ഞങ്ങൾ പിന്മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം നടക്കുകയാണ്. ലക്ഷ്മി കട്ടായം പറഞ്ഞു നിൽക്കുകയാണ്, ഞാൻ പറയില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും, ഞാൻ തെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയില്ല, പറയിപ്പിക്കും. അപ്പാനിയൊക്കെ മാപ്പ് പറയിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്മിയുടെ വായിൽ നിരന്തരം കയറി ഇറങ്ങുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. ഇതിനിടയിൽ ആരും കാണാതെ ആര്യൻ ഓടി ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് ലക്ഷ്മിയുടെ ബെഡിൽ കിടന്ന സാധനങ്ങളെല്ലാം പുതയ്ക്കുന്ന പുതപ്പുൾപ്പെടെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് ആരും അറിയാതെ തിരികെ പോരുന്നു. ഇതൊന്നും ലക്ഷ്മി കാണുന്നില്ല. വീണ്ടും ബഹളം നടക്കുകയാണ്. ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട്, ഇതിന് പകരം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വീണ്ടും ഓടിച്ചെന്ന് ലക്ഷ്മിയുടെ തുണിയെല്ലാം വലിച്ചെടുക്കുവാനിരിക്കുമ്പോൾ പിറകിന് വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അങ്ങനെ എറിയരുത്, അങ്ങനെ എറിഞ്ഞാൽ നീയും അവളും തമ്മിൽ എന്താണ് വ്യത്യാസം, അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ആര്യൻ മടങ്ങിപ്പോരുകയാണ്. എന്നിട്ടോ അപ്പുറത്തുകൂടി കറങ്ങി ചെന്നിട്ട് അവർ കഴുകി പുറത്ത് ഉണങ്ങാനിട്ടിരുന്ന ക്ലോത്ത് ആണെന്ന് തോന്നുന്നു, അതെടുത്തിട്ട് വീടിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മുകളിൽ കിടന്ന് ഉണങ്ങുകയാണ്. ഇതോടുകൂടി ഈ പ്രശ്നം കഴിഞ്ഞു. പിന്നെ അവിടെ സംസാരം ഒന്നുമില്ല. ഭയങ്കര സന്തോഷത്തിലാണ് ആര്യൻ, അക്ബർ, അപ്പാനിയൊക്കെ ഇരിക്കുന്നത്. ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്താണ് ഈ സംഗതി നടപ്പാക്കിയത്. ഇവരൊക്കെ തന്നെയാണ് ആദ്യം പറഞ്ഞത്, വലിച്ചെറിയരുത്, അങ്ങനെ എറിഞ്ഞാൽ നീയും അവളും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം എന്നൊക്കെ ചോദിച്ച് വലിയ മൊറാലിറ്റി പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിട്ട് കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്, ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട്. തന്റെ ഡ്രസ്സ് എടുത്ത് വീടിന്റെ മുകളിലേക്ക് എറിഞ്ഞത് ലക്ഷ്മി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ആര്യൻ ഈ ചെയ്തത് അങ്ങേയറ്റം മോശമായൊരു കാര്യമാണ്. ആര്യന് വേണ്ടിയുള്ള ചില റൂൾസുകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആര്യന് ഇഷ്ടം പോലെ ബിഗ് ബോസിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാം. ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പൊ അങ്ങേയറ്റം ലാലേട്ടൻ വരുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് ഒരു ചെറിയ വഴക്കും പറയും. ഇതിനപ്പുറം എന്താ സംഭവിക്കുക? അതുകൊണ്ട് ഇത് നമ്മുടെ വീടാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഈ രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കനെ കൊണ്ട് മടുത്ത് കേട്ടോ. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് സത്യത്തിൽ അവന് തന്നെ അറിയില്ല. സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. വായിൽ വരുന്നതൊക്കെ അവൻ വിളിച്ചു പറയും. അവൻ ഇഷ്ടമുള്ളതൊക്കെ അവൻ അവിടെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. ഇവനെ സഹിക്കുന്ന ആ വീട്ടുകാരെ സമ്മതിക്കണം. ഇവനെയാണ് ചില ആൾക്കാർ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇവൻ ലക്ഷ്മിക്കെതിരെ തട്ടിക്കയറുവാൻ തുടങ്ങിയപ്പോഴേക്കും ഇവന് കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇവന്റെ പിൻപിൽ നിൽക്കുന്നത് ജിസൈലാണ്. ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാരനൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇവിടെ നീതി ന്യായം ഒന്നും വിഷയമല്ല. വെള്ളയുടുപ്പ് എന്തിനെടുത്ത് താഴെ ഇട്ടു. ലക്ഷ്മി പറയുന്നത്, അത് ഇടാനുള്ള വേറെ സ്ഥലമുണ്ട്, ഇവിടെ ചേഞ്ചിങ് റൂമുണ്ട്, അവിടെ ഹുക്കുണ്ട്, അതിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കിടാം. അവിടേക്ക് എടുത്തിടാൻ ഒരു 30 സെക്കൻഡ് പോലും വേണ്ട. ഇവിടുന്ന് നടന്ന് അവിടെ ചെന്നിട്ട് ഈ സാധനം അവിടെ തൂക്കിയിട്ടിട്ട് തിരികെ വരാൻ വേണ്ടി. പക്ഷേ അത് ഞാൻ ചെയ്യൂല. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യൂന്നുള്ള ഒരു ധിക്കാര ഭാവമല്ലേ ഇത്? അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അവിടുന്ന് മാറ്റിയിട്ടത്. വേണമെങ്കിൽ എടുത്തോണ്ട് പോ എന്ന രീതിയിലാണ് വേദലക്ഷ്മി നിൽക്കുന്നത്. എന്തായാലും ഈ പരിപാടികളെല്ലാം ബിഗ് ബോസ് നോട്ട് ചെയ്യുന്നുണ്ട്. ശനിയും ഞായറുമായിട്ട് ലാലേട്ടന് കണ്ടമാനം വിഷയങ്ങൾ ചോദിക്കാൻ ഓരോ സെക്കൻഡുകളിലും ഇവർ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ന്യായവും അന്യായവും ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷ്മിയുടെ PR ആയിട്ട് മാറും. അതുകൊണ്ട് ലാലേട്ടൻ തന്നെ വീക്കെൻഡിൽ വന്നിട്ട് ഈ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ PR ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.